ഞാനിപ്പോൾ ഉള്ളത് ഉത്തരേന്ത്യയിലല്ല, ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റത്ത് താമസിക്കുന്ന ബിന്ദിയുടെ വീട്ടിലാണ്. അവളുടെ വീട്ടിലെ ടോയ്ലറ്റാണിത്, എനിക്ക് പുറകെ കാണുന്നത്. ഒന്ന് കാണിച്ച്. എൻ്റെ പേര് ബിന്ദിയ. ഞാൻ തൊടുപുഴ വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് 6 വർഷമായിട്ട് കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അച്ഛനും അമ്മയും മാത്രമാണുള്ളത്. അച്ഛയ്ക്ക് ലിവറിന് കംപ്ലൈൻ്റ് ആയിട്ടും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് മാറാൻ പറ്റുന്നില്ല. അമ്മയും അച്ഛനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എനിക്ക് വേണ്ടി. എൻ്റെ മരുന്ന് വാങ്ങിക്കാൻ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കും. ഗതികേട് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. എൻ്റെ അച്ഛനും അമ്മയും തെണ്ടാൻ വരെ പോയിട്ടുണ്ട്. 1 രൂപ തന്ന വീട് വരെയുണ്ട്. അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. പഞ്ചായത്ത് തലത്തിലൊക്കെ ഒരു മെമ്പർമാരോടൊക്കെ ചികിത്സയ്ക്ക് ചോദിച്ചാൽ കിട്ടും. എല്ലാവരോടും ചോദിച്ചായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ബാത്റൂം പോലും ഇല്ല. എല്ലാവരും തരാന്ന് പറയുന്നല്ലാതെ ഇതുവരെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് കിടക്കാനൊരു വീട് പോലും ഇല്ല. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുക. പഞ്ചായത്തിൽ നിന്നൊന്നും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. നമസ്കാരം, ഞാൻ സുശാമലമ്പൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്കടുത്ത് വെള്ളിയാമറ്റം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ബിന്ദിയ എന്ന് പറയുന്ന ഈ മോളുടെ വീട്ടിലാണ്. വീട് എന്ന് പിന്നെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇടിഞ്ഞു വീഴാറായിട്ടുള്ള 4 ഭിത്തിക്കുള്ളിലാണ് രോഗബാധിതയായിട്ടുള്ള ഈ കുട്ടിയും അവളുടെ അച്ഛനും അമ്മയും താമസിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് ബിന്ദിയയുടെ ഒറ്റമുറി വീടിന്റെ ഉള്ളിലെ കാഴ്ചയാണ്. കണ്ടില്ലേ, ഭിത്തിയൊക്കെ പൊട്ടിയിട്ടുണ്ട്. വേറെ എവിടെയാണ് നമ്മളെ കൂട്ടുള്ളത്? ഇവിടെ പുറത്ത് ഇവിടെ ഉണ്ടോ? ഇനി എവിടെയാണ് കാണിച്ച്? ഇതാണ് ഒരു അടുക്കള എന്ന് പറയുന്നത്. ഇവിടെ എവിടെയാ ഉണ്ടോ? ഇന്ന് കേരളത്തിൽ ടോയ്ലറ്റ് ഇല്ലാതെ ഇടിഞ്ഞു വീഴാറായ ഒരു വീട്ടിൽ ഇത്തരത്തിലൊരു കുടുംബം താമസിക്കുന്നുണ്ടെങ്കിൽ അത് ആ നാട്ടുകാരുടെയും അതോടൊപ്പം ആ നാട്ടിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിട്ട ജനപ്രതിനിധികളുടെയും പോരായ്മയാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോടൊക്കെ എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങളെ കൊണ്ട് കഴിയുന്നൊരു സഹായം, അത് എത്ര ചെറുതാണെങ്കിലും ഈ കുട്ടിക്ക് വേണ്ടി ചെയ്തു കൊടുക്കണം. അതിൻ്റെ ചികിത്സയും നടക്കും. അതോടൊപ്പം വീടെന്നൊരു സ്വപ്നവും നമുക്ക് യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ കഴിയും. ഈ കാണുന്നില്ലേ, ഇവിടെ ആ ഭിത്തിക്ക് പുറകിൽ ഒരു ഷീറ്റ് കൊണ്ട് മറച്ചാണ് അവർ ടോയ്ലറ്റ് ആക്കിയിട്ട് ഉപയോഗിക്കണം. അപ്പോൾ കഴിയുന്നവരൊക്കെ ഈ കുടുംബത്തെ ഒന്ന് സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.